ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി പൈനാപ്പിൾ പഞ്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അതിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്കതൊരു അടിപൊളി പൈനാപ്പിൾ പഞ്ചാക്കി മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പൈനാപ്പിൾ പഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു 1.5 കപ്പ് പൈനാപ്പിൾ ഉണ്ടാവും. പിന്നെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഞുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാനാണ്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം മാത്രം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാകും, അതൊഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോയത് കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം, അതിലെ നാരൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ കുറേ ജ്യൂസിൻ്റെ റെസിപ്പീസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള വെറൈറ്റി ജ്യൂസസൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ സ്പൂണിട്ടൊന്ന് കറക്കി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനി ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ് എടുക്കാം. ഇനി സെർവിങ് ഗ്ലാസ്സിലോട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല. ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം ഞാൻ ലാസ്റ്റ് പറയാം. ഇതൊരു ജാടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് കുറച്ച് ആ ഒരു പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ 2-3 പീസ് നാരങ്ങയുടെ കഷ്ണം അത് തൊലിയോട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പുതിനയിലയാണ്. അപ്പോൾ പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം പുതിനയില ഇട്ട് കൊടുക്കുക. പുതിനയില ഇടുമ്പോഴാണ് ഇതിനൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉടയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കാരണം ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് സ്പൂൺ ഫുള്ളായിട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ സ്പൂണിൻ്റെ മൂട് വെച്ചിട്ട് ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതും നടക്കുന്നില്ല, കാരണം കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ. അതുകൊണ്ട് എൻ്റെ മെയിൻ ടൂൾ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൂളാണ് കിച്ചണിലെ, അതെടുത്തിട്ടാണ് ഇനി അടുത്ത ശ്രമം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ടൂള്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് വാട്ടർമെലൺ മൊഹീറ്റോയൊക്കെ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് തന്നെയാണ് എനിക്ക് എളുപ്പം ചെയ്യാൻ. ഇതാകുമ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും, കറക്റ്റായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ രീതി തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഇതൊരു കാണാനൊരു ജാടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഇതിപ്പോൾ എല്ലാം അതിൻ്റെ അടിയിൽ, ഗ്ലാസിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നാലേ നമ്മൾ ബാക്കിയുള്ളത് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ വെള്ളത്തിൽ പഞ്ചസാര കലക്കിയങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ്, അത് ഞാനൊരു 2-4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ പീസും കൂടി ഇട്ട് ക്രഷ് ചെയ്തതുകൊണ്ട് ഇത് മതിയാകും. പിന്നെ തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡയാണ് ഏറ്റവും സൂപ്പർ. സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്നില്ല. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്ത് വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് പുതിനയിലയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ച് ആ ജ്യൂസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് ഉപ്പും പഞ്ചാര ഇട്ടെടുത്തിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് സോഡ വാട്ടറോ ഐസ് വാട്ടറോ ഒഴിച്ചിട്ട് സെർവ് ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.